ശ്രീ ഷാബു പ്രസാദ് കൂടി ചേരുന്നു. ശ്രീ ഷാബു പ്രസാദ്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം സുപ്രധാനമായ ഒരു ചുവടുവെപ്പാണ് ഇത് എന്ന് പറയാം? ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ, ഇന്ത്യൻ അന്തരീക്ഷ സ്റ്റേഷൻ നമ്മൾ വിഭാവനം ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. ഒപ്പം ഇനി ഇത് സ്വകാര്യ മേഖലയ്ക്ക് വലിയ വാതായനങ്ങൾ തുറക്കുന്ന ബഹിരാകാശ രംഗം നമുക്ക് മുന്നിൽ ഉണ്ട്. അഭിമാനത്തോടെ കീർത്തിയോടെ ആകാശം തൊടൂ എന്ന വ്യോമസേനയുടെ മുദ്രാവാക്യം ഇതാ പ്രാവർത്തികമാക്കിയിരിക്കുന്നു നമ്മുടെ ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല. ഒരു ശാസ്ത്ര നിരീക്ഷകൻ എന്ന നിലയിൽ ശ്രീ ഷാബു പ്രസാദ്, ഒരു ദേശാഭിമാനി എന്ന നിലയിൽ ഈ നിമിഷത്തെ എങ്ങനെ കുറിച്ചിടും ശ്രീ ഷാബു പ്രസാദ്? ഞാൻ ഓർക്കുന്നത്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, ഹലോ, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് രാകേഷ് ശർമ്മ ബഹിരാകാശത്തേക്ക് പോകുന്നത്. ഇപ്പം ഇത് കേൾക്കുന്ന നിങ്ങൾക്കോ ഇതിൽ ഈ പ്രേക്ഷകരിൽ എത്ര പേർക്കോ അത് ഓർമ്മ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അന്നത്തെ എക്സൈറ്റ്മെന്റ് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഇതുപോലെയുള്ള നമുക്ക് TV ഇല്ല, ലൈവായിട്ട് കാണാൻ സംവിധാനങ്ങളില്ല, ആകാശവാണി മാത്രമേ ഉള്ളൂ. എങ്കിലും അന്നത്തെ ആ ഒരു ആവേശം ഓർമ്മയുണ്ട്. ബഹിരാകാശത്ത് ചെന്നുകൊണ്ട് അവിടെ ഇന്ദിരാഗാന്ധി അദ്ദേഹമായിട്ട് സംസാരിച്ചതും, ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഇന്ത്യ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ സാരേ ജഹാസ് അച്ഛ എന്ന് അദ്ദേഹം പറഞ്ഞതൊക്കെ എനിക്ക് ഇന്നലത്തെ പോലെ ഓർമ്മയുണ്ട്. അന്നത്തെ ആ ഏപ്രിൽ 3, 1984 ബഹിരാകാശ ശാസ്ത്രജ്ഞന്മാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അത് നിരീക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ്. 7 ദിവസം 21 മണിക്കൂർ 40 മിനിറ്റാണ് അന്ന് അദ്ദേഹം അവിടെ ബഹിരാകാശത്ത് സഞ്ചരിക്കുകയും പിന്നീട് ഏപ്രിൽ 11 തിരിച്ചു വരികയും ചെയ്തു. അത് സോവിയറ്റ് ഇന്റർ കോസ്മോസ് മിഷന്റെ ഭാഗമായി 1982 അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ ആ ആവേശം എല്ലാവരും ഉൾക്കൊണ്ടതാണ്. സോയൂസ് T-11 സ്പേസ് ക്രാഫ്റ്റ് ആകാശത്തേക്ക് ഉയരുമ്പോൾ അതിനെ ഉറ്റുനോക്കിയിരുന്നവരെല്ലാം അഭിമാനത്തോടെ കണ്ടൊരു നിമിഷമാണ്. ആ ഒരു നിമിഷത്തിന്റെ അതേ പ്രാധാന്യത്തോടു കൂടി ഈ സാഹചര്യത്തെയും നമ്മൾ നോക്കി കാണണ്ടേ ശ്രീ ഷാബു പ്രസാദ്? തീർച്ചയായിട്ടും. എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് 41 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും രണ്ടാമതൊരു ഭാരതീയന് ബഹിരാകാശത്ത് എത്താൻ കഴിയുന്നത് എന്നത് നമുക്ക് എന്തായാലും ഇത്തിരി വൈകിപ്പോയി എങ്കിൽ പോലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറഞ്ഞതുപോലെ നമുക്കത് അഭിമാനിക്കാം. കാര്യം ഇതിന്റെ പ്രാധാന്യം ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത് നമ്മുടെ ഗഗൻയാൻ മിഷൻ വരാൻ പോവുകയാണ്. ആ ഗഗൻയാൻ മിഷനില് ഈ ശുഭാംശു ശുക്ല അവിടെ പോയി ചെലവഴിക്കുന്ന ആ നിമിഷങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. അതിലേക്കൊരു വലിയ മുതൽക്കൂട്ടാണ് അത്. അങ്ങനെ സ്പേസ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ബഹിരാകാശ യാത്രികൻ നമ്മുടെ ഗഗൻയാനിന്റെ ഒപ്പം ഉണ്ടാകും എന്നുള്ളതാണ് ഇതിന്റെ അകത്ത് ഏറ്റവും വലിയ പ്രാധാന്യം. ആ നോളജും ആ എക്സ്പീരിയൻസും അക്വയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ദൗത്യത്തിന്റെ ഏറ്റവും സുപ്രധാനമായ കാര്യം. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ISS പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ. അപ്പൊ ISS ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനുമായിട്ട് സഹകരിക്കാനും ഭാവിയിൽ ഗഗൻയാൻ മിഷനുകൾക്ക് ഈ ISSുമായിട്ട് ഡോക്ക് ചെയ്ത് അവരുമായിട്ട് സംയുക്തമായിട്ട് ചേർന്ന് ദൗത്യങ്ങൾ നടത്താനും ഒക്കെയുള്ള ഒരുപാട് പദ്ധതികളുണ്ട്. ഇതിന്റെ ISSന്റെ കാലാവധി 2030 കഴിയും. പക്ഷെ അപ്പോഴേക്ക് നമ്മൾ ഗഗൻയാൻ മിഷൻ മെച്യൂർ ആയിട്ടുണ്ടാകും, പല ദൗത്യങ്ങളും നടത്തിയിട്ടുണ്ടാകും. 2020 അത് മാത്രമല്ല, ഈ ISSലെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ഫസ്റ്റ് മൊഡ്യൂൾ 2028 വിക്ഷേപിക്കുകയാണ്. അപ്പോൾ 2035 ആവുമ്പോഴേക്ക് അതിന്റെ കംപ്ലീറ്റ് അസംബ്ലിംഗ് പൂർത്തിയാകും. ആ ദൗത്യത്തിനും ഈ അനുഭവ സമ്പത്ത് വളരെ വളരെ വിലപ്പെട്ടതായിരിക്കും. ശ്രീ ഷാബു പ്രസാദ്, മറ്റ് 2 സുപ്രധാന കാര്യങ്ങൾ. ഒന്ന്, ഇതൊരു ഇന്റർ ഡിസിപ്ലിനറി ആയ റിസർച്ചിന് കൂടി വഴി തുറക്കുന്നു എന്നതാണ്. സ്പേസ് ബയോളജി ഒരു വലിയ ഘടകമായി വരികയാണ്. ഇപ്പോൾ വിത്തുകൾ കേടുകൂടാതെ സൂക്ഷിക്കുക, അത് ബഹിരാകാശത്ത് എന്തൊക്കെ മുളപ്പിക്കാൻ കഴിയുമെന്നതൊക്കെ സംബന്ധിച്ചൊക്കെയുള്ള പഠനങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി ഉണ്ട് എന്ന് പറയുന്നു. മറ്റൊന്ന് ഹെൽത്ത് റിലേറ്റഡ് ആണ്. നമ്മുടെ പ്രമുഖ ആരോഗ്യ സംരംഭകനായ ഡോക്ടർ ഷംസീൽ വയലിൽ വിഭാവനം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് അത്. ഈ പ്രമേഹം എങ്ങനെ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ ഭാഗമാണ്, സ്വീറ്റ് റൈറ്റ് എന്ന തരത്തിൽ അദ്ദേഹം അത് കാണുന്നു. അപ്പോൾ ഒരു വശത്ത് മെഡിക്കൽ സയൻസിൻ്റെ, മറുവശത്ത് ബയോളജി, സ്പേസ് ബയോളജി, അങ്ങനെ ഒരു ഇന്റർ ഡിസിപ്ലിനറി ആസ്പെക്ട് കൂടി ഇതിൻ്റെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു ശ്രീ ഷാബു പ്രസാദ്? ഉണ്ട്. അങ്ങനെ കുറെ ഇന്റർ ഡിസിപ്ലിനറി ആസ്പെക്ട്സ് ഈ ദൗത്യത്തിനുണ്ട്.
ഇതിലെ ഏറ്റവും പ്രാധാന്യം ശുഭാൻശു ശുക്ല അവിടെ പോയി ബഹിരാകാശ അനുഭവം നേടി തിരിച്ചു വരിക എന്നുള്ളതാണ്. അതിന്റെ അകത്ത് എന്തായാലും 14 ദിവസമാണ് ഈ ദൗത്യത്തിന്റെ കാലാവധി. എന്തായാലും ബഹിരാകാശത്ത് പോവുകയാണ്, അവിടെ വെറുതെ പോയി ഉണ്ടുറങ്ങി കഴിയാനല്ലല്ലോ പോകുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായി അദ്ദേഹത്തിന് ചില അസൈൻമെന്റ്സും കൂടെ ചെയ്യുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിത്തുകളുടെ അവിടെ മുളയ്ക്കൽ എങ്ങനെയുണ്ടാവും, ഈ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിന്, മസിൽസിന്, കോശങ്ങൾക്ക് ഒക്കെ ഈ മൈക്രോഗ്രാവിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ ഒരുപാട് പഠനങ്ങൾ ഓൾറെഡി നടക്കുന്നുണ്ട്, വർഷങ്ങളായി നടക്കുന്നതാണ്. അതിൻ്റെ അകത്ത് നമ്മുടേതായ ഒരു കോൺട്രിബ്യൂഷനും കൂടെ കൊടുക്കുന്നു എന്നുള്ളതാണ്. ഈ മൈക്രോഗ്രാവിറ്റിയിൽ അല്ലെങ്കിൽ ഈ സീറോ ഗ്രാവിറ്റിയിൽ മാത്രം സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. കാര്യം നമ്മുടെ ശരീരവും നമ്മുടെ ഈ വിത്ത് മുളയ്ക്കല് ഇങ്ങനെയുള്ള ബയോളജിക്കൽ പ്രക്രിയകളെല്ലാം പ്രകൃതി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഗ്രാവിറ്റിയിൽ നടക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ഭൂമിയുടെ സർഫസിൽ ഗ്രാവിറ്റിയിൽ, ഫുൾ ഗ്രാവിറ്റിയിൽ നടക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഗ്രാവിറ്റിയിൽ നിന്ന് മാറി ചെയ്യുമ്പോൾ തീർച്ചയായും അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാകും. ആ മാറ്റങ്ങളെ വ്യക്തമായി പഠിച്ചുകൊണ്ട് ദീർഘകാലം ബഹിരാകാശത്ത് താമസിക്കാനും കഴിയാനും, ഇനിയും നാളെ ചന്ദ്രനിലായാലും ചൊവ്വയിലായാലും ഒക്കെ കോളനികൾ സ്ഥാപിക്കുമ്പോൾ അവിടെ മനുഷ്യർക്ക് ദീർഘനാൾ കഴിയാൻ വേണ്ട ആ ടെക്നോളജികൾ വികസിപ്പിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള അതിനോടൊപ്പം ഒരുപാട് വിജ്ഞാനങ്ങൾ അതിനോടൊപ്പം നേടേണ്ടതുണ്ട്. അതിനെല്ലാം ഒരു തുടക്കവും അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു കോൺട്രിബ്യൂഷനും എല്ലാം ഇതിൻ്റെ അകത്തൂടെ നടക്കും. അതാണ് ഇതിൻ്റെ അകത്തെ ഈ മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറഞ്ഞത്. പക്ഷെ ഇതിലെ ഏറ്റവും സുപ്രധാനമായ കാര്യം ശുഭാൻശു ശുക്ല 14 ദിവസം ISS-ൽ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നേടുന്ന ആ അനുഭവ സമ്പത്തിനാണ്. അതാണ് ഇതിൻ്റെ അകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. വളരെയധികം നന്ദി ശ്രീ ഷാബു പ്രസാദ്. ഘട്ടത്തിൽ നമുക്കൊപ്പം കാര്യങ്ങൾ വിവരിച്ചതിന്. ഏതായാലും സോഫ്റ്റ് ഡോക്കിംഗ് ആണ് ആദ്യഘട്ടത്തിൽ നടന്നത്. അത് ശുഭാൻശു ശുക്ലയുടെ നേതൃത്വത്തിൽ പൈലറ്റിംഗിലാണ് ആദ്യഘട്ട സോഫ്റ്റ് ഡോക്കിംഗ് ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റിന് ഭാഗമായി നടന്നത്. ഇനി ഹാർഡ് ഡോക്കിംഗ് പരിപാടികളിലേക്ക് കടന്നു. ഹാർഡ് ഡോക്കിംഗ്, സോഫ്റ്റ് ഡോക്കിംഗ് എന്നീ 2 ഘട്ടങ്ങൾ ആണ് ഇതിൽ ഉള്ളത്, ഈ ഡോക്കിംഗ് പ്രോസസ്സിൽ ഉള്ളത്. അപ്പോൾ ഈ 2 സ്പേസ് ക്രാഫ്റ്റുകളെ തമ്മിൽ ഡോക്ക് ചെയ്യുക എന്നതുള്ള, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനുമായി ഈ പേടകത്തെ ഡോക്ക് ചെയ്യുക എന്ന വളരെ സുപ്രധാനമായ ഒരു പദ്ധതിയാണ് അല്ലെങ്കിൽ ഒരു നടപടിക്രമമാണ് പൂർത്തിയാക്കിയത്. അപ്പോൾ 2 സ്പേസ് ക്രാഫ്റ്റുകളെ, ഒരു ഓർബിറ്റിൽ സഞ്ചരിക്കുന്ന 2 സ്പേസ് ക്രാഫ്റ്റുകളെ ഡോക്ക് ചെയ്യുക എന്ന ഒരു വളരെ സങ്കീർണവും വളരെ അധികം പ്രാധാന്യമർഹിക്കുന്നതുമായ ഒരു പദ്ധതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിട്ടുള്ളത്.